എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ കോയമ്പത്തൂർ യാത്രയാണ് കേട്ടോ. കോയമ്പത്തൂരിൽ ഞങ്ങൾ ആദിയോഗി സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അതെ, നല്ല ഉയരത്തിലാണ് ശിവൻ്റെ ഈ അർദ്ധകായ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഗിന്നസ് റെക്കോർഡിൽ പേര് വന്നിട്ടുള്ളതാണ് ഈ ആദിയോഗി സ്റ്റാച്ചു. ഏകദേശം 112 അടിയോളം നീളം ഇതിനുണ്ട്. പശ്ചിമഘട്ടത്തിൽ വെള്ളിയാങ്കിരി മലകളുടെ അഭിമുഖമായിട്ടാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇഷ ഫൗണ്ടേഷനിൽ നിന്ന് ആദിയോഗി പ്രതിമ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. നമുക്ക് അവിടുന്ന് നടന്നോ അല്ലെങ്കിൽ കാളവണ്ടിയിലോ നമുക്ക് പ്രതിമയുടെ സ്ഥലത്തേക്ക് എത്താവുന്നതാണ്. കാളവണ്ടിക്ക് ഏകദേശം 10 രൂപ ടിക്കറ്റ് എടുത്താൽ മതിയാകും. ഇതിനോട് അനുബന്ധമായിട്ടൊരു യോഗ സെൻറ്ററും ഉണ്ട്. പക്ഷേ അവിടെ മൊബൈൽ ഫോണൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. അവിടെ സ്റ്റേ ചെയ്ത് നമുക്ക് യോഗ ഒക്കെ ചെയ്യാവുന്നതാണ്. അവിടേക്ക് ഞങ്ങൾക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾ ഈവനിങ് സമയത്തായിരുന്നു ആദിയോഗി സ്റ്റാച്ചു കാണാൻ വേണ്ടി എത്തിയത്. പിന്നെ രാത്രിലത്തെ 7 മണി തൊട്ടുള്ള ലൈറ്റ് ഷോയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അത് നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു വ്യൂ കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കോയമ്പത്തൂർ യാത്രയിലൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ ആദിയോഗി സ്റ്റാച്ചു കാണാനായിട്ട് പോവുക. പിന്നെ ഞങ്ങൾക്ക് അവിടെ നേരിട്ട് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വണ്ടി കിട്ടാൻ നന്നായി പാടുപെട്ടു. വരുന്ന ടാക്സിക്കാരൊക്കെ നല്ല, അതായത് ഡബിൾ റേറ്റൊക്കെയാണ് നമ്മളോട് വാങ്ങിച്ചത്. ശരിക്കും 300 രൂപയൊക്കെ വേണ്ടി വരുന്നിടത്ത് ഏകദേശം 600 രൂപയോളം ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അവിടെ നേരിട്ടുള്ളൂ. പിന്നെ അടുത്ത് തന്നെ കഫ്റ്റീരിയൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഫുഡും സ്നാക്സും ഒക്കെ അവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും നമ്മൾ കോയമ്പത്തൂർ പോകുമ്പോഴത്തേക്ക് ആദിയോഗി സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ താങ്ക് യു. No one knew who he was, where he came from. The origins of this spectacular being were unknown. Utterly still. Only 7 secrets